വി ഡി സതീശൻ തകർത്താടി. പക്ഷേ എന്നിരുന്നാലും മാധ്യമങ്ങളെ കാണുന്ന വി ഡി സതീശന്റെ ചില നിലപാടുകൾക്കൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് പൊട്ടിത്തെറിച്ചൊക്കെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതില് ചില നടപടികളൊക്കെ എടുക്കാനും സ്വീകരിക്കാനും ഉള്ള വിമുഖത കാണിക്കുന്നുണ്ട്. എന്തായിരിക്കാം ആ ഒരു മാറ്റത്തിന് കാരണം? ശരീരഭാഷ പിണറായിയുടെ പോലെ തന്നെയായി എന്ന് പറയുന്നതായിരിക്കും ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം കാണുകയാണെങ്കിൽ കടക്കു പുറത്തെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം. അതിൻ്റെ ഒരു വക്കിലെത്തി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ധാർഷ്ട്യം, ഒരു ധിക്കാരം, ഇനി ഞാനാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു മട്ടിൽ പിണറായി നടത്തിയിരുന്ന പത്രസമ്മേളനങ്ങൾ പോലെ പരിഹസിച്ചും പുച്ഛിച്ചും നിങ്ങൾ അറിയുമ്പോൾ അറിഞ്ഞാൽ മതി, ഞങ്ങൾ നടപ്പാക്കി കഴിയുമ്പോൾ അറിയും, അപ്പോൾ അറിഞ്ഞാൽ മതി, ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട എന്നുള്ള മട്ടിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംസാരം. എന്തായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും പ്രൊവോക്ഡ് ആവാനായിട്ടുള്ള കാര്യം? ADGP അജിത് കുമാറിനെ കുറിച്ച് നടന്ന സംഭാഷണത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാന്യമായ, അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, സതീശിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇന്നലെ പല പ്രമുഖ മാധ്യമ പ്രവർത്തകരോടും അല്ലെങ്കിൽ പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, ഈ 102 സീറ്റുകൾ കിട്ടിയത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതേ രീതിയിലാണ് സതീശൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആ 102 സീറ്റ് ബാക്കി കക്ഷികൾക്ക്, അതായത് BJP ഉൾപ്പെടെ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾക്ക് ആയി മാറാനും വലിയ കാലതാമസമൊന്നുമില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സതീശൻ്റെ മേന്മയാർന്ന പ്രകടനം കണ്ടിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. ഒരൊറ്റ ധാർഷ്ട്യം കൊണ്ട് ഞാനാണ് 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 എല്ലാം എന്ന നിലയിൽ പിണറായി സഖാവ് ആ ഹോർഡിങ്ങുകളുടെ മുകളിൽ എൻ്റെ തല, എൻ്റെ ഫിഗർ, എൻ്റെ ചിരി, എൻ്റെ കാര്യം, എൻ്റെ ഇതൊന്നും നട്ടിൽ നടത്തിയ പരസ്യമായ ഹോർഡിങ് വയ്പ്പും കാര്യങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ്, ജനങ്ങൾക്ക് വെറുത്തിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ താഴെ ഇറക്കിയത്. അല്ലാണ്ട് കോൺഗ്രസിൻ്റെ മേന്മ കണ്ടിട്ടല്ല 102 വോട്ട് കിട്ടിയത്. പക്ഷേ ഇത്തരത്തിലാണ് സതീശൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഹണിമൂൺ പീരീഡ് പോലും കഴിഞ്ഞിട്ടില്ല, വന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, വളരെ സങ്കടം തോന്നുന്നു, നിരാശ തോന്നുന്നു. വളരെ എക്സൈറ്റഡ് ആയിരുന്നു സതീശൻ വന്നപ്പോൾ. കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നൊരു പ്രതിപക്ഷ നേതാവായിരുന്നു. നല്ല അദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ, ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. അല്ലാണ്ട് ബ്രണ്ണൻ കോളേജിൻ്റെ ഇടവഴിയിലൂടെ അല്ല, വരാന്തയിലൂടെ ഊരിപ്പിടിച്ച് വടിവാളുകൾക്കിടയിലൂടെ നടന്നു. നല്ല വിദ്യാഭ്യാസ യോഗ്യത, ശരിക്കും പഠിച്ചിട്ട് തന്നെ ഇതിട്ട് വക്കീലായ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ. ഓരോരോ കേസുകൾ ചെകഞ്ഞെടുക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക. നല്ല നിലയിലാണ് ജനങ്ങൾക്ക് വളരെ താല്പര്യം തോന്നുന്ന, അടഞ്ഞു കിടന്നിരുന്ന പല കേസുകളും അദ്ദേഹം പുറത്തോട്ടെടുത്തു അല്ലേ. പ്രത്യേകിച്ചും ഇതുണ്ടായതില്ല, രക്ഷാപ്രവർത്തനങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ ഈ കേരളത്തിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയ കാര്യമായിരുന്നു ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. 40 വാഹനങ്ങളിലെ അകമ്പടിയോടെ പാഞ്ഞു പോകൽ, ശനിദശയാണെന്ന് പറഞ്ഞ് കറുത്ത കാറിൽ. ഇപ്പോൾ വെള്ളക്കാറിൽ പോകുന്നുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെ കാറ് വെള്ളക്കാറിൽ പോകാൻ പ്രശ്നമില്ല. ശനിദശയൊക്കെ മാറിയോ? ശനിദശ എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തിരുന്നത്. പിന്നെ ആ വാസ്തു ശരിയാക്കാൻ വേണ്ടി ഗോശാല, ഇതിൻ്റെയൊക്കെ കാശ് എവിടെ നിന്നാണ് അതിര? അത് പോട്ടെ, സാധാരണക്കാരായ ജനങ്ങൾ കാശിനെക്കുറിച്ച് ആലോചിക്കില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ നടപടികൾ കൊണ്ടാണ് അവർ വെറുത്തത് അദ്ദേഹത്തിനെ. ഞാനും ഞാനും എൻ്റെ ആളും, ഞാനും ഞാനും എൻ്റെ കമലയും, ഞങ്ങളുടെ മോളും ഉം. അവളുടെ മോനും, അല്ല, അത്രേ ഇതിന്റെ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കയറുന്ന സമയത്ത് ഞങ്ങളുടെ കുട്ടികളെ അടിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിൽ അന്ന് നിന്ന് അദ്ദേഹം ആദ്യം നടത്തിയ പത്രസമ്മേളനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം വികാരാധീനായി, കണ്ണൊക്കെ നിറഞ്ഞില്ല എന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടികളെ അടിച്ച തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹം എ.ഡി. തോമസ് MLA കൂടെ ആയല്ലേ. അദ്ദേഹത്തിന് പോലും ഇന്നലെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് മുഖ്യമന്ത്രി അല്ല, എടുക്കുന്നു ഇന്നലെ എന്ന് ചോദിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ ഉം, അത് പോഷക സംഘടനയായി. ഉം. KSU മറ്റൊരു സംഘടനയായി. നേരത്തെ KSUയിൽ കുട്ടികളായിരുന്നു. കൂടെയാണ് സതീശന് വന്നത്. KSUവിൻ്റെ പാനലിൽ മത്സരിച്ചാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായത്. തേവര കോളേജിൽ പഠിക്കുമ്പോൾ KSUവിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു. അപ്പോൾ KSUവിൽ കൂടെ തന്നെയാണ് AK ആൻ്റണി വന്നത്. KSUവിൽ കൂടെ തന്നെയാണ് ഉമ്മൻചാണ്ടി വന്നത്. രമേശ് ചെന്നിത്തല ആവട്ടെ, PT തോമസ് ആവട്ടെ, KSUവിലും NSUവിലും കൂടെ വന്ന ആളാണ്. ഹൈബീഡൻ NSUവിൻ്റെ നാഷണൽ പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ KSUവിനെ അങ്ങനെ തരം താഴ്ത്തി നിർത്താൻ പറ്റില്ല. പോഷക സംഘടനയിൽ കൂടെ തന്നെയാണ്
PSU കഴിഞ്ഞു, യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞു, കോൺഗ്രസ്സിലേക്ക് വരും, പ്രായമായിട്ട് കയറി വരും. അല്ലെങ്കിൽ എല്ലാവരും 45 വയസ്സിന് ശേഷം കോൺഗ്രസ്സിൽ മാത്രം വന്നാൽ മതി എന്നല്ല, താഴേന്നല്ലേ ക്യാഷ് ദം എങ്ങെന്നല്ലേ പറയുക, എന്തിലാണെങ്കിലും ക്യാഷ് ദം എങ്ങെന്നല്ലേ പറയുന്നത്. ഹരിശ്രീ കുറിച്ചിട്ട് അല്ലേ നമുക്ക് കോളേജിൽ പോയി മെഡിസിനോ എഞ്ചിനീയറിങ്ങോ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമേ തന്നെ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് തരൂ, സിസേഴ്സ് തരൂ, നൈഫ് തരൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ട പോലെ വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചത് കുട്ടി കെട്ടിട്ടിട്ട് പോകേണ്ടി വരും. അപ്പോൾ സതീഷിൻ്റെ ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. മറ്റൊരു കാര്യം കണ്ടില്ലേ, എന്താണ് തിരുവനന്തപുരം ലോ കോളേജിലെ കുട്ടികൾ കോടതിയിലേക്കുള്ള അഡ്വക്കേറ്റ്സിൻ്റെ പാനലിൽ എന്തോ താല്പര്യം കാണിച്ചപ്പോൾ അവരെ അങ്ങോട്ട് അടച്ച് പുച്ഛിച്ച് ആക്ഷേപിക്കുകയാണ്. ഇതൊന്നും പുറത്ത് വന്നിരുന്ന് പറയേണ്ട കാര്യമില്ല. ഒരു വീടിൻ്റെ ഉള്ളിൽ പല പ്രശ്നങ്ങളും നടക്കുമല്ലേ, അതൊക്കെ സാധാരണഗതിയിൽ വീടിൻ്റെ ഉള്ളിലെ മുതിർന്നവർ പറഞ്ഞ് രമ്യപ്പെടുത്തി കൊണ്ടുപോകും. അത് പുറത്തിട്ട് ചാമ്പുകയാണെങ്കിൽ അത് വേറൊരു ആംഗിളിലേക്ക് പോയില്ലേ ആതിര. ഈ കുട്ടികൾ അങ്ങനെ ചെയ്യണില്ലേ അവരെ വിളിക്കുക. KSUവിൻ്റെ പ്രസിഡൻറ്റും വന്ന് അദ്ദേഹത്തിന് അതിലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവർ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ മുതിർന്ന, ഇപ്പോൾ വയസ്സുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ സ്ഥാനം കൊണ്ട് ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന സതീഷിനെ അവരൊരു ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കുക. ഓവർ എ കപ്പ് ഓഫ് ടീ നമ്മൾ പറയും ഇംഗ്ലീഷിൽ. സംസാരിച്ചത് തീർക്കുക. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനൊരു മോശത്തരം കാണിച്ചു, അത് ശരിയല്ല, നമ്മളത് പരസ്യമാക്കാൻ പാടില്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, വാട്ട് എവർ പോസിബിൾ ഞാൻ ചെയ്തു തരൂല്ലേ എന്നുള്ള നിലയിൽ ഒരു അമ്മാവിൻ്റെ കാരണവരുടെ സ്ഥാനത്ത് നിന്ന് കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ വേണ്ടത്. അല്ലാണ്ട് അവരെ ഇട്ടുതരം മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് താല്പര്യം നഷ്ടപ്പെടും. അതിനർത്ഥം അണികളുണ്ടാവില്ല. രക്ഷാപ്രവർത്തനം സതീശനൊരു രക്ഷാപ്രവർത്തനം ഭാവിയിൽ വേണ്ടി വന്നാൽ ഈ കുട്ടികളുണ്ടാവില്ല. കുട്ടികളല്ലേ എന്താണ് കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുക എന്നുള്ള പോലെ ഈ കുട്ടികളാണല്ലോ കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്ത് ചാടുന്നത് അല്ലേ. ഇപ്പം സതീശൻ അവിടെ നിന്ന് നിങ്ങൾ കരിങ്കൊടി കാണിക്കൂ മുഖ്യമന്ത്രിയുടെ കാറിന് എന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഓർഡർ ചെയ്യപ്പോൾ ചാടി വീണത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരല്ലേ, അടിയേറ്റ് മേടിച്ചത് തോമസ് അല്ലേ, സതീശനല്ലോ. ഇതുവരെ സതീശന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരടി കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം അടികൊള്ളുന്ന എത്ര സമരങ്ങളിൽ കുറേ കാലങ്ങളായിട്ട് പങ്കെടുത്തിട്ടില്ല. നേതാവ് എന്നുള്ള നിലയിൽ ആഹ്വാനം ചെയ്യുകയും മൈക്കിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുകയും ഈ മലിനജലം നമ്മൾ കണ്ടല്ലോ, പിണറായി കുപ്പി കൊണ്ടുവന്ന ജലം അരുണയിൽ കൂടെ ചീറ്റുന്ന സമയത്ത് കാറിൽ കയറി മാറി നിൽക്കുകയൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് അദ്ദേഹം എത്ര മലിനജലം ഏറ്റുവാങ്ങി ടെൽമി, നമുക്കൊന്ന് കണക്കെടുത്തൊക്കെ. എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. അദ്ദേഹം എത്ര ലാത്തിയടി ഞാൻ പറഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് എത്ര ലാത്തിയടി കൊണ്ടുവന്നു, എത്ര വെയിൽ കൊണ്ടുള്ള സമരം ചെയ്തു. ഇദ്ദേഹത്തിനും കോൺഗ്രസിൻ്റെ ആൾക്കാർക്കും രക്ഷാപ്രവർത്തനം ചെയ്യാമായിരുന്നല്ലോ. വീണ ജോർജിനെ വരെ രക്ഷാപ്രവർത്തനം ചെയ്ത് നമ്മൾ കണ്ടല്ലോ. ഇതൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന നാടകമൊക്കെ നമ്മൾ കണ്ടില്ലേ, മോണോ ആക്ടൊക്കെ കണ്ടില്ലേ. ആ സമയത്ത് ഒന്നും തന്നെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ നമ്മൾ കണ്ടില്ലല്ലോ പുറത്ത്. ഈ കുട്ടികളല്ലേ ഉണ്ടായിരുന്നുള്ളൂ റോഡിൽ. ഈവൻ പിണറായിയെ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ വധശ്രമം ഓർക്കുന്നില്ലേ, ജയരാജ് തട്ടിയിടുന്നത്, അതായിരുന്നു ശരിക്കുള്ള വധശ്രമം. അപ്പോഴൊന്നും നമ്മൾ ഈ നേതാക്കന്മാരെ കണ്ടില്ലല്ലോ. അപ്പോൾ സതീശൻ ഇപ്പോൾ ഹണിമൂൺ പീരീഡാണെന്നും പറഞ്ഞ ഒരു ഗ്രേസ് മാർക്ക് തരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള പാർട്ടിയുടെ പ്രവർത്തകരല്ലാത്ത മുതിർന്ന സാമൂഹ്യ മാധ്യമ പ്രവർത്തകർ കുറച്ച് അസ്വസ്ഥരാണ്. ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്താണ് പിണറായി താമസിച്ചിരുന്ന വീട്ടിൽ താമസിച്ചത് കൊണ്ട് ഇങ്ങോട്ട് ആത്മാവ് കയറുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പിണറായിയുടെ ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ ആത്മാവ് സതീശിൻ്റെ മേത്തും കയറിയോ എന്ന് പ്രബുദ്ധ കേരളം സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും അങ്ങനെയാണെന്നല്ല, പല കാര്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ചോദിച്ചാൽ തൃപ്തികരമായിട്ട് തന്നെ ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ചില അസ്വസ്ഥതകൾ കൂടെ പ്രകടിപ്പിക്കുന്നത്. മോളെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എത്ര നല്ല കാര്യം ചെയ്താലും ഒരൊറ്റ ചീത്ത കാര്യം മതി, അത് മാത്രമേ സമൂഹത്തിൽ നിൽക്കുള്ളൂ. 100 നല്ല കാര്യം ചെയ്താലും ഒരൊറ്റ ചീത്ത കാര്യം, പ്രത്യേകിച്ചും ഇതുപോലുള്ള ജീവൻ രക്ഷാപ്രവർത്തനം എല്ലാവരും അസ്വസ്ഥരായ കാര്യമാണ്. ആ കാര്യത്തിലൊക്കെ ഇങ്ങനെ ധാർഷ്ട്യം നിറഞ്ഞ മറുപടി സമൂഹം പ്രതീക്ഷിക്കുന്നില്ല. അത് അദ്ദേഹം എത്രയും വേഗം തിരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ADGP അജിത് കുമാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ല പോലീസ് ഉദ്യോഗസ്ഥനെ കിട്ടട്ടെ, അദ്ദേഹം ക്ലിയറായിട്ട് വരട്ടെ, ക്ലീൻ ചിറ്റോടുകൂടെ വരട്ടെ. അദ്ദേഹത്തിന് ഇതിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല, തൽപര കക്ഷിയല്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ട് വരട്ടെ. അതല്ലേ അതിൻ്റെ ശരി. ഏറ്റവും കൗതുകരവും നിങ്ങൾക്ക് താല്പര്യമുള്ളതുമായ വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ കാണുന്നുമുണ്ട്. പക്ഷേ ചിലരൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഒന്ന് ചെയ്തേക്കണേ.